Hello guys, welcome back and good morning guys. This is Meenakshi, a Mallu girl in Jaipur. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കോളേജ് ഉണ്ട് ഗൈസ്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കോപ്രായങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതിൻ്റെ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങളെ നമ്മുടെ വെറ്റിനറി പെത്തോളജി ലാബൊക്കെ കാണിച്ചു തരാമെന്ന്. കാരണം ഇന്ന് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങളുടെ കോളേജിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ കൊറിഡോറൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് മുകളിലാണ്. അപ്പം വെറ്റിനറി പാത്തോളജി എന്ന് പറയുന്നത് നമ്മൾ ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ 5 സബ്ജക്റ്റിൽ ഞങ്ങൾക്ക് മെയിൻ ഒരു സബ്ജക്റ്റാണ് വെറ്റിനറി പാത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ വെറ്റിനറി പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഞങ്ങളുടെ മ്യൂസിയവും അതുപോലെ തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ് റൂമൊക്കെ ഇതിനകത്താണ്. ഞാൻ ഇതിനകത്തുള്ള എല്ലാ ബാനറൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് മെഹന തത്തി നടന്നു വരുന്നത് കണ്ടത്. അവളുടെ പ്രിൻ്റ് ഔട്ട് എൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ സാറ് വന്നുകൊണ്ട് ബാക്കി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഗൈസ്. Subscribe to Meenakshi Panicker. Yeah, thank you. Ella is studying. So writing. ഞാൻ പാത്തോളജിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ലതാണ്, ബെസ്റ്റ് സബ്ജക്റ്റാണ്. What you have to tell about pathology department? Pathology department. ऐसे बोलो. Why? What you have to say about this department? I'm asking. അങ്ങനെ കുറേ നേരത്തെ വെറുതെ ഇരിക്കലിന് ശേഷം 3 കോഴികളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കിട്ടി ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ജോസഫ് സാറാണ് വന്നിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ നമുക്ക് ചെയ്ത് പറഞ്ഞൊക്കെ തന്നത്. അടിപൊളിയായിട്ട് സാറ് പഠിപ്പിക്കും. ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ LPMൻ്റെ ഹെഡാണ് സാറ്. സാർ അടിപൊളിയായിട്ട് പഠിപ്പിക്കും. ഇതും സാർ അടിപൊളിയായിട്ട് പോസ്റ്റ്മോർട്ടം ഒക്കെ പറഞ്ഞു തന്നു. അതിന് ശേഷം നമ്മൾ ഫുള്ള് വൃത്തിയാക്കണം. വൃത്തിയാക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുൾ മ്യൂസിയം എന്ന് പറയുന്നത്. ഒരുപാട് ഡിസീസസിൻ്റെ സ്പെസിമെനൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ മൈത്രയാണ്, ഞങ്ങളുടെ ബാച്ചിൻ്റെ ഓൾ ഇൻ ഓൾ ആണ്. അതിനുശേഷം 3 മണിക്ക് ലാബൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. രാവിലെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ബാക്ക് ഗേറ്റിൽ കൂടെയാണ് വരുന്നത്. കാരണം അതാണ് എളുപ്പം. ഫ്രണ്ട് ഗേറ്റിൽ കൂടെ വരാൻ നിന്നാൽ ഒരുപാട് ദൂരെയാണ്. പിന്നെ വൈറ്റ് കോട്ടൊക്കെ ഇടുന്ന സമയത്ത് ഒരു കോപ്രായൊക്കെ കാണിക്കണമല്ലോ ഗൈസ്, അതാണിത്. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുറേ കൂട്ടുകാരെയും കൂടെ കണ്ടിട്ടേ പോകത്തുള്ളൂ. ഇതെൻ്റെ ഇവിടുത്തെ ജയ്പൂർ പട്ടിക്കൂട്ടങ്ങളാണ്. വളരെ സ്നേഹമുള്ള, ഒരു വയലൻസും ഇല്ലാത്ത ഭയങ്കര സ്നേഹം ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ. സോ അപ്പോൾ ഗൈസ് ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റാഗ്രാം ഗൈസ്. അപ്പോൾ പുതിയ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ബൈ.